Hello you guys, welcome back to our channel and this is Mishilpa. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ട്ടോ. കുറേ നാളായി ഞാൻ വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് നമുക്ക് ചെയ്യാന്നുള്ളത്. കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ നാളായി ഞാൻ വ്ളോഗ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിന്റെ അടുത്തായി. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ ഒരു വ്ളോഗ് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കയ്യിൽ വീഡിയോസിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിക്കരുത്. എന്നാലും ഇതും ഒരു വീഡിയോ ആണല്ലോ ഗൈസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ചുമ്മാ വീട്ടിലിരിക്കുക, ചുമ്മാ ലാപ്ടോപ്പിലുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അത് തന്നെയാണ് പരിപാടി. എൻ്റെ ഇപ്പോഴത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ എണീറ്റത് തന്നെ 10-11 മണിയായി. ഇനി ഞാൻ ഫുഡ് കഴിച്ചു. ഇന്ന് നൂൽപുട്ടും മുട്ടയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര അഡിക്റ്റഡ് ആണ് കോഫി അതും മറ്റേ പാലൊക്കെ ഒഴിച്ച് മറ്റേ ഷുഗറൊക്കെ ഇട്ട് ഐസൊക്കെ ഇട്ട് ഐസ് കോൾഡ് കോഫിയാണ് ഇപ്പം എൻ്റെ സ്ഥിരം പരിപാടി. അപ്പം അങ്ങനെ പിന്നെ സ്നേഹ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെന്താണ് കാര്യം, അവളെയൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, അപ്പം എന്തായാലും ഞാൻ എൻ്റെ കോഫി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതർവൈസ് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഞാൻ എൻ്റെ ട്രൈപോഡ് തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ എവിടെയാണ് വെച്ചതെന്നൊരു ഐഡിയ ഇല്ല എനിക്ക്. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പം ഞാനിവിടെ എൻ്റെ കലാപരിപാടിയിലാണ്. ഇവിടെ ഞാൻ കുറച്ച് പാലും കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സോയ മിൽക്കാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. എനിക്ക് ഈ മറ്റേ പാലോ പഞ്ചസാരയൊന്നും അധികം കഴിക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ ഇതൊക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആക്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഫുള്ളി സ്വിച്ച് ഔട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2-3-5-6 ദിവസമായിട്ട് കുറച്ചൊക്കെ ഷുഗർ കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കിപ്പോൾ ഉണ്ട്. അതെന്താ ചെയ്യാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കോഫി പൗഡർ ഞാനൊരു ദിവസം ചുമ്മാ ഒരു റീല് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ അതിന് ശേഷം ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗ്സും ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കുറച്ച് ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. വെരി വെരി ക്രീമി. സ്നേഹ ഞാൻ എന്ത് കോപ്പറേറ്റീവാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. വാട്ട് എവർ, ഐ ഡോണ്ട് കെയർ. അപ്പം എന്തായാലും ഞാൻ എൻ്റെ സ്ഥിരം കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ്. കോഫി വിത്ത് സംതിങ് ടു വാച്ച്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം മുന്നേ ഫാൻ ഇടാൻ പറ്റില്ലല്ലേ, സൗണ്ട് വരും. ഓക്കെ, എന്താണ് കാർത്തിക് സൂര്യ വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആളുടെ വ്ളോഗ്സ് അങ്ങനെ പണ്ട് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിർത്തി കാണൽ. ഇപ്പം ഞാൻ വീണ്ടും കാണാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ആളിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ പഴയ വീഡിയോസൊക്കെ കാണുകൊണ്ടിരിക്കും. എനിക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കലാണ് എൻ്റെ സ്ഥിരം പരിപാടി. എന്ന് നേരെ ഇരിക്കണം ക്യാമറ. അപ്പം ഞാൻ പറയില്ലേ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ മുംബൈയിൽ നിന്നുള്ള ജോലി വിട്ടു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വേറെ ജോലി നോക്കാനാണ് ആക്ച്വലി വന്നത്. എന്നിട്ട് അതൊന്നും നടന്നില്ല. അപ്പം ഞാൻ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഭയങ്കര ടെൻഷനുണ്ട്. കാണുന്ന അത്ര സിമ്പിളല്ല. ഭയങ്കര വട്ടുപിടിച്ച് നടക്കുകയാണ് ഞാനിങ്ങനെ. എല്ലാവരും ജോലിയായില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ യൂട്യൂബ് റൺ ചെയ്യണം, അതും എൻ്റെ ഒരു ജോലി തന്നെയാണ്. അതൊന്നും ആരും കൺസിഡർ പോലും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ ചിലവർക്കെങ്കിലും ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടെന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഐ എം നോട്ട് ഏബിൾ ടു സോർട്ട് ഔട്ട്. എന്താ പറയുക, എനിക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എല്ലാവരും എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ വട്ട് പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വട്ടിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ട ലൈഫിൽ. വേറെ എവിടെയും പോകാനില്ല, ഫ്രണ്ട്സ് ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് റൂമിൻ്റെ അകത്ത് ഫുൾ ടൈം. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര അങ്ങനെ പറയാൻ പാടില്ല. നമ്മളിങ്ങനെ അഫർമേഷൻസ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്, പറഞ്ഞത് തന്നെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും പിന്നെ പറയാം. ഞാൻ എന്തായാലും കുറച്ച് വ്ളോഗ്സ് ഒക്കെ ഇന്ന് കാണട്ടെ. ഞാൻ ഏതാണ് വ്ളോഗ് കാണാൻ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഏതൊരു വ്ളോഗ് ആളുടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നോട് എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസിന് ഐഫോൺ മേടിക്കും, അപ്പോൾ ഈസി ആയിരിക്കും വീഡിയോ എടുക്കാൻ. പക്ഷേ ഗായ്സ്, ദ പ്രോബ്ലം ഈസ് യു നോ വാട്ട്. അതാണ് പ്രോബ്ലം. മനസ്സിലായില്ലല്ലോ അല്ലേ? എന്ത് ചെയ്യുന്നറിയില്ല. ഈ അടുത്തൊരു ലാപ്ടോപ്പ് മേടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ലൈഫ് ഹാപ്പൻസ് സംടൈംസ്.
എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും വ്ളോഗ്സ് ചെയ്യണം, എന്താ പറയുക, കുറേ കൺട്രീസ് ട്രാവൽ ചെയ്യണം, യൂട്യൂബിൻ്റെ ഇവൻറ്റ്സിനൊക്കെ പോകണം, അങ്ങനെ അങ്ങനെ ഇങ്ങനെ 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 ഇരുന്ന് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കും. നടക്കും ഒരു ദിവസം, അതെന്തായാലും ഉറപ്പാണ്. പക്ഷെ ഇപ്പോഴിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ ഞാനായാലും ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് വേറെ വല്ലയിടത്തേക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ചമ്മലാണ്. അത് വേറെ കാര്യം. പണ്ടത്തെക്കാളും കുറവാണ് കേട്ടോ. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട്. അതായത് ബാക്കിയുള്ളവർക്ക് ഇപ്പം എൻ്റെ വ്ളോഗ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് വല്ലതൊക്കെ പ്രശ്നമാവോ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ. പക്ഷെ മിക്കവാറും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് തന്നെ ഒരു വീഡിയോയില് ചിലവരൊക്കെ ഇങ്ങനെയാണ്, ഈ എന്നെ കാണിക്കല്ലേ പറയും. പക്ഷെ അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഏത് വീഡിയോയിലാണ് ഞാൻ വന്നതെന്നും കൂടി ചോദിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. ഞാൻ ഇതാണ് കണ്ടുകൊണ്ടിരുന്നത്. പരസ്യം വരും. ഇതാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. ഇതെന്ത് ഇങ്ങനെ പരസ്യം വരുന്നത്? പരസ്യത്തിന് കുറ്റവും പറയാൻ പറ്റില്ല, കാരണം ഞാനും ജീവിക്കുന്നത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് ഒരിക്കലും ഇപ്പൊ പറയാൻ പറ്റില്ല. കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ ജീവിക്കരുത് ഇതുകൊണ്ടൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടോട്ടെ, കാണട്ടെ. അപ്പം എന്തായാലും നമുക്ക് കാണാം. തിരിച്ചു വരും. ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടില്ല. ചേച്ചി എന്താ ചെയ്യണേ? മുഖരിക്കണൊക്കെ ചപ്പളു പോലെ പോവില്ല. എന്താ ചെയ്യണേ? അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഈ ചാനൽ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയത് കേട്ടോ, റയാൻ ഷഹാൻ്റെ. നല്ല രസമുണ്ട് ആക്ച്വലി. ഇത് ഞാൻ ഇന്നലെ അവരുടെ ഒരു ഹോട്ടൽസ്, അതായത് ഡിസ്നി ലാൻഡിൽ കുറേ ഹോട്ടൽസ് ചെക്കൗട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഐ മീൻ ദിസ് ഈസ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, പ്യുവർ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഐ ട്രൈഡ് എവറി സീറ്റ് ഓൺ മോസ്റ്റ് എക്സ്പെൻസീവ് എയർലൈൻസ്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഞാനിത് കണ്ടേ. ഞാൻ എന്തിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് വെച്ചാൽ ചിലവർക്കെങ്കിലും അത് കുറച്ച് നല്ല ക്രിയേറ്റേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ വേണ്ട വരും, അപ്പോൾ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ല, ഇത് പുതിയതാണ് തോന്നുന്നു. പുതിയതല്ല തോന്നുന്നു, 3 months ബാക്ക് പോസ്റ്റ് ചെയ്തതാണ്. എന്താ വ്യൂസൊക്കെ, 29 million വ്യൂസ് ആണ് സിംഗിൾ വീഡിയോ. ഓ മൈ ഗോഡ്, കണ്ടിട്ട് പോലും ഇല്ലേ ഞാൻ അങ്ങനത്തെ ഒരു സാധനം. വരുമായിരിക്കും എന്തെങ്കിലും ഒരു ദിവസം, ഹോപ്പ്ഫുള്ളി. അപ്പം എന്തായാലും നമുക്കിത് കാണാം. Okay. 380 that literally comes with a living room, a private bathroom, a private bedroom, and a personal flight attendant. Now, I have no business flying in that seat. It only exists on one airplane in the entire world. However, I owe my friend Isaac a favor. His brother David lives across the world in Singapore, and they haven't... ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഉറക്കം വരിക എന്നുള്ളതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ അടുത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ PCOD കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഇൻട്രിഗ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിസം റേറ്റിനും എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു ചളകുളമായ അവസ്ഥയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉറക്കം വരലൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കാണിച്ചു തരാം. 1 second ഗായ്സ്. ഞാൻ എൻ്റെ സ്ഥലങ്ങളൊന്നും കാണിച്ചു തരില്ല, കാരണം ഒക്കെ അലങ്കോലമായി കിടക്കുകയാണ്. എൻ്റെ ഇയറിങ്സ് ഞാൻ ഈ ഡബ്ബയിലാണ് വെക്കാറ്. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ കയ്യിൽ ഇനി കുറേയും കൂടി ഇരിക്കുന്നുണ്ട്. കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ട് എവിടെയാണെന്ന് എനിക്കെന്നൊരു ഐഡിയ ഇല്ല. അതെല്ലാം കൂടെ ഒരു പെട്ടീനകത്ത് ആക്കി വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം ഇപ്പോൾ, കാരണം വേറെ പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എനിക്ക് ഒരിടയ്ക്ക് ഒരു കൊട്ടപ്പിയാണ് കിട്ടാറുണ്ടായിരുന്നു നൈക്ക്. ഇതിപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, കിട്ടും മിക്കവാറും എനിക്ക് വിലയുടെ അടുത്തുനിന്ന്. അതുപോലെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിനകത്ത് ഇതൊക്കെ എൻ്റെ പണ്ട് PR കിട്ടിയിട്ടുണ്ടായിരുന്ന പെട്ടികളാണ്. PR പെട്ടൊന്നും എനിക്ക് കിട്ടാറില്ല. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു പെർഫ്യൂം കിട്ടി ഗൈസ്. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പെർഫ്യൂംസാണ്. എന്തൊക്കെയോ ഉണ്ട് എനിക്ക്.
ഓ മൈ ഗുഡ്നെസ്, എനിക്ക് അറിഞ്ഞൂടെ എന്റെ വേദന ഉണ്ടെന്ന്. ഓക്കെ, ഈ പെട്ടി ഫുൾ കമ്മലുകളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ മറ്റേതിന്റെ അകത്തേക്ക് നിറയ്ക്കാം. അതവിടെ വെച്ചു. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇയറിംഗ്. എല്ലാത്തിന്റെ ഒന്നൊക്കെയാണ് കാണാനുള്ളൂ, എല്ലാത്തിനും രണ്ട് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന കണ്ടതൊക്കെ പൊട്ടിച്ചു വെച്ചേക്കാണ് ഞാൻ. പിന്നെ ഞാൻ എന്താ വേണ്ടേ, ഞാൻ പണ്ട്, ഒരു മിനിറ്റ് ഇപ്പം കാണിച്ചു തരാം. ഇയറിങ് ഞാൻ പണ്ട് 12th അല്ല 9th പഠിക്കുമ്പോൾ എന്തോ ഓണം സെലിബ്രേഷന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ചോക്കർ ഞാൻ എന്തായിരുന്നു ഫുൾ ജഡി പറഞ്ഞിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇടാറില്ല മാത്രം. പിന്നെ ഇതും everstylish.com എന്നൊരു വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ പണ്ട് ഗോവയിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഒരുമാതിരി നാഗവല്ലി ഈ അവരുടെ ഇതൊക്കെ കാണിച്ചു തരുന്ന പോലെ ഉണ്ടാവും ഇപ്പം മിക്കവാറും പറഞ്ഞേക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒട്ടുക്കത്തെ ഹെവി ഇയറിംഗ് ആണ് കേട്ടോ, ഭയങ്കര ഹെവിയാണ് ഇയറിംഗ്. കളഞ്ഞുപോയ ഇയർഫോൺ കിട്ടി, എന്റെ ഷുഗറിന്റെ ഒരു ഇത് കിട്ടി, എന്റെ കളഞ്ഞുപോയ ഫൈലർ കിട്ടി. ഓട്ടടാ, നോക്കൂ, ഇതായിരുന്നു ഞാൻ. എങ്ങനെയുണ്ട് എന്റെ മാറ്റം? തിരിച്ചിന്റെ സ്ഥലത്തോട്ട് തന്നെ പോവാണ്. അപ്പോൾ ആ പരിപാടി ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി എന്താണ് പരിപാടി? ഇനി വീണ്ടും നമുക്ക് വലുതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. എനിക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടില്ല. ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അതുകൊണ്ട് തന്നെ ലഞ്ചൊന്നും കഴിക്കാൻ ടൈം ആയിട്ടില്ല. സോ ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണട്ടെ. ഓക്കെ, എനിക്കതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ടൈം എടുക്കും, എഫേർട്ട് എടുക്കും, വർഷങ്ങൾ എടുത്തെന്ന് വരും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് അതൊരു ഡ്രീമാണ്. നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ വർഷം എടുത്താലും, എത്രയൊക്കെ മണിക്കൂറിലെടുത്താലും, എത്രയൊക്കെ പുച്ഛോ അപമാനവും നാണക്കേട് സഹിക്കേണ്ടി വന്നാലും അതിന്റെ പിറകെ പോവുക. ഇതുപോലത്തെ ഒരു മൊമെന്റില് അത് വർത്തായിക്കോളും. ചുമ്മാ ആവശ്യമില്ലാതെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം വിശത്തിരുന്നപ്പോ ഞാനൊരു സംഭവം ഉണ്ടാക്കി ഞാൻ കാണിച്ചുതരാം. കണ്ടാ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ശർക്കര പാനി ഇതാക്കിയിട്ട് അതിനകത്ത് കുറച്ച് മറ്റേ എന്താണ് അതിനെ പറയാ, നെയ്യും ഇട്ടിട്ട് ഇളക്കി അതിനകത്ത് കുറച്ച് ആട്ടാപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ശർക്കര പാനി അതിനകത്ത് ജസ്റ്റ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ലൈക്ക് ഒരു ഹൽവ പോലത്തെ സംഭവമാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ പീനട്ട് ബട്ടർ ഒക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്തൊക്കെ ഷുഗറാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ അത് കുത്തിക്കേറ്റിട്ട് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതുണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ദിസ് ഈസ് മോർ ഹെൽത്തി വേർഷൻ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് മില്ലറ്റ്സ് ഉപയോഗിക്കാം, റാഗി ഉപയോഗിക്കാം, വാട്ട് എവർ യു വാണ്ട് ടു. ഇത് ഹെൽത്തി വേർഷനാണ് കേട്ടോ. അത് ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റൊന്നും ഭയങ്കര ടേസ്റ്റൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ മഞ്ചോൺ ചെയ്യാനുള്ള ഒരു സാധനം, കുറച്ച് സ്വീറ്റായിട്ട്, അത്രേ ഉള്ളൂ. ഭയങ്കര സ്വീറ്റ്നെസ് ഒന്നുമില്ല, ലൈറ്റായിട്ടുള്ള ഇതേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത്തിരി ചൂടാണ്. വേണമെങ്കിൽ കുറേ കൂടെ നെയ്യ് ഒഴിക്കാം. അപ്പോൾ കുറച്ചും കൂടി നെയ്യിൻ്റെ ഫ്ലേവർ വരും. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ യെസ്, അതാണ്. ഐ എം ലൈക്കിങ് ഇറ്റ്. സ്നേഹിക്ക് കൊടുത്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അവളുടെ അഭിപ്രായം. അവള് ചൂടുണ്ടേ, അതിനല്ലേ ഞാൻ അവിടെ വെച്ചെന്ന്. അതൊരു ഹൽവ പോലത്തെ സാധന, കഴിച്ചോക്ക്. ചൂടുണ്ട്. നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചൂടെ? ഓക്കെ, അപ്രൂവ്ഡ്. ഞാനിപ്പോൾ ഉറങ്ങാൻ കിടന്നു. കുറേ നേരമായി. എനിക്കറിയാം ഫാനിൻ്റെ ആ ഒരുമാതിരി സൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുന്നു. പക്ഷേ എനിക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല. ഞാൻ കുറേ നേരമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതൊക്കെ കഴിച്ചു.
പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ചെയ്തു. ഇനി ഞാൻ കുറച്ചു നേരം ഇവിടെ ചുമ്മാ കിടക്കാൻ പോവാണ്, വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ ഓൾറെഡി ഒരു 3 മണി 4 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുറച്ചു നേരം കിടന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ കോഫി ഉണ്ടാക്കി കുടിക്കുക, അതാണ് എന്റെ സ്ഥിരം പരിപാടി. അപ്പൊ അപ്പൊ ഇതാണ് എന്റെ പണി, ഇതാണ് എന്റെ സ്ഥിരം പരിപാടി. വീണ്ടും ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കി. ഇപ്പം അറൗണ്ട് ഒരു 5:30 സംതിങ് ആയിട്ടുണ്ട് ഈവനിങ്ങിൽ. ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ, പിന്നെ എനിക്ക് മടി പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. എന്നോട് എല്ലാവരും പറഞ്ഞു ശില്പ വർക്കൗട്ട് ചെയ്യണം, കാരണം ശില്പ തടി വെച്ചിരിക്കണോ. പക്ഷേ ശില്പ കേൾക്കാൻ റെഡിയല്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ കുടിക്കട്ടെ. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കണോ അതോ ഡേയ്സ് ഇൻ മൈ ലൈഫ് ആക്കണോ എന്നുള്ള സംശയത്തിലാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പം ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കുറേ വീഡിയോസ് ഇരുന്ന് കണ്ടു. ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഞാൻ വീണ്ടും എൻ്റെ കോഫി എടുത്ത് കുടിച്ചു. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ദിവസങ്ങൾ പോകുന്നത്. ലൈക്ക് അതിൻ്റെ ഇടയിൽ കുറേ ജോബ് അപ്ലിക്കേഷനും പരിപാടിയും അതും ഇതും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. വല്ലയിടത്തേക്കൊക്കെ പോകണമെന്നുണ്ട്, അതിനും പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. അപ്പം അത് പറയുമ്പോഴാണ്, നിങ്ങളിപ്പോൾ ഇങ്ങനെ എയർപോർട്ടിൽ വന്നിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യണം എന്നറിയില്ല, ഊബർ വിളിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ വല്ലയിടത്തുനിന്നും പോകണം, ലൈക്ക് കുറച്ച് ലോങ് ട്രിപ്സ് പോകണം, അതിന് കുറച്ച് വണ്ടികൾ വേണം, അല്ലെങ്കിൽ വണ്ടി വേണം, അങ്ങനെയുള്ള ട്രാവൽ നീഡ്സിനൊക്കെ എനിക്കറിയണ ഒരു ചേട്ടനുണ്ട്. ആക്ച്വലി ആള് അമ്മയുടെ കൂടെ എപ്പോഴും അമ്മയുടെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് ആളാണ്. കുറേ കൊല്ലങ്ങളായിലേക്ക്, അറൗണ്ട് ഒരു 8 വർഷത്തിന് മുകളിൽ 9 വർഷമായി നമുക്കറിയണു. അപ്പോൾ ആള് ഇപ്പോൾ ഒരു പുതിയ വെഞ്ചർ തുടങ്ങിയിട്ടുണ്ട്. ആൾ ഇങ്ങനത്തെ സർവീസസ് ചെയ്യുന്നുണ്ട്. ആളുടെ പേര് ജെയ്സൺ എന്നാണ്. ഞാനിവിടെ കാർഡ് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആളെ കോൺടാക്ട് ചെയ്യുക. ലൈക്ക് അത്യാവശ്യം നല്ലതായിട്ട് ട്രസ്റ്റബിൾ ആണ്. കാരണം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 6th സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കുമ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാണ് ആളെ. ഇപ്പോഴും ആൾ തന്നെയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് എറണാകുളം പോകണം, അവിടെ പോകണം, അമ്മയ്ക്ക് ഇങ്ങനെ മീറ്റിംഗ്സ് ഇതൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഇപ്പോഴും നമ്മുടെ കാർ യൂസ് ചെയ്യുന്നത് ആൾ തന്നെയാണ്. അപ്പോൾ ആളിപ്പോൾ ആളുടെ കാറിൽ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ലൈക്ക് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യുക, ഡ്രോപ്പ് ഇൻ ഡ്രോപ്പ് ഔട്ട്, പിന്നെ വല്ലയിടത്തേക്കും പോവാണ്ടെങ്കിൽ കൊണ്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആൾക്കും കൂടി ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും പറയാൻ വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല ഈ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ടാവുന്ന കാര്യം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ജോബ് അപ്ലിക്കേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ വീണ്ടും വീഡിയോ കാണണം, അല്ലെങ്കിൽ കുറച്ച് നേരം TV ഇരുന്ന് കാണണം, അതൊക്കെയാണ്. അമ്മ കുറച്ച് കഴിഞ്ഞാൽ വരും. അമ്മ വരാൻ എപ്പോഴും ലേറ്റ് ആവും. അമ്മ യൂഷ്വലി വരുന്നത് 8 മണി തൊട്ടും 9 മണി 12 മണിക്കൊക്കെയാണ് അമ്മ വരാറ്. എനിക്കിങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോഴേ എനിക്കിങ്ങനെ സ്കൂളിൽ പോണ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാം. ഞാൻ ഇപ്പോഴും എൻ്റെ സ്കൂളിലത്തെ കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നത്. ഞാൻ 12th കഴിഞ്ഞതും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഇപ്പോഴും കോളേജ് കഴിഞ്ഞിട്ട് സ്വപ്നം പോലും ഞാൻ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. എപ്പോഴും കാണുകയാണെങ്കിൽ തന്നെ സ്കൂളിലായിരിക്കും എൻ്റെ ഫാക്കൽറ്റീസും എൻ്റെ കോളേജിലത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് എനിക്കറിഞ്ഞൂടാ, എന്ത് ട്രോമയാണോ എന്ത് തേങ്ങയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും സ്വപ്നത്തിൽ കാണുന്നത്. എനിക്കറിഞ്ഞൂടെ എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ മാത്രമാണോ ഇങ്ങനത്തെ ഒരു അസുഖമുള്ളതെന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ എപ്പോഴും സ്വപ്നം കാണും. എല്ലാ ദിവസവും ഞാൻ സുഖമായിട്ട് സ്വപ്നം കണ്ടു കിടന്നുറങ്ങും. ഈവൻ ഞാനൊരു ഹാഫ് സ്ലീപ്പ് ആണെങ്കിൽ പോലും ഞാൻ അപ്പം സ്വപ്നം കാണും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ. അപ്പോൾ എനിക്കറിഞ്ഞൂടെ ഞാൻ മാത്രമാണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഫുഡൊന്നും ഞാൻ മിക്കവാറും രാത്രി കഴിക്കുന്നുണ്ടാവില്ല. അമ്മ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുമായിരിക്കും. ഉച്ചയ്ക്ക് ഞാൻ ചോറൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ നൂൽപുട്ടുണ്ടായിരുന്നു, അതും കുറച്ച് എക്കറി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഷിറ്റ് എന്താ ഞാൻ കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, ഐ വിൽ സീ യു ലേറ്റർ. എന്താ ഞാൻ ഈ അടുത്ത് സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്താണ് സ്കിന്നിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നോക്കണ്ട, ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്തു, ഇങ്ങനെ ചെയ്തു. അതിൻ്റെയാണ് ഇപ്പോഴുള്ള കണ്ണുപാട്. ഓക്കെ, ഞാനപ്പോൾ ഇപ്പം എൻ്റെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് ആക്നെ വരുന്നുണ്ട്, വളരെ ലൈറ്റായിട്ട്.
അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ട്രെറ്റിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കാണുന്നില്ല, അതാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. കണ്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇതാണിപ്പോൾ ഞാൻ രാത്രി ഉപയോഗിക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊരു ആക്നി പ്രോബ്ലം വന്നിട്ടുണ്ട്, ലൈറ്റായിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് അപ്ലൈ ചെയ്യട്ടെ. അല്ലാണ്ട് ഞാൻ വേറെ രാത്രി ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ചില ദിവസം മോയ്സ്ചറൈസർ എന്തെങ്കിലുമൊക്കെ ഇടും, അല്ലെങ്കിൽ പിന്നെ കോസറക്സിൻ്റെ എന്തെങ്കിലും ഒന്നും ചെയ്യില്ല. അല്ലാണ്ട് കുറേ വാരി വലിച്ചെല്ലാം കൂടെ തേക്കില്ല. ഇത് ഇത്തിരി ഡ്രൈയിങ് ആണ്, അതുകൊണ്ടാണ്. മേ ബി എൻ്റെ പീരീഡ് വരാറായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം എന്തായാലും അത് ഡൺ. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. രാത്രി വേറെ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. അത്യാവശ്യം ക്ലിയർ ആണ് ഇപ്പോൾ എൻ്റെ സ്കിൻ. കുറച്ച് പാടുകളുണ്ട്, അതെനിക്ക് തോന്നുന്നു കുറച്ച് പോഴ്സ് കുറച്ച് കൂടുതലാണ്. പിന്നെ എൻ്റെ ക്യാമറ ഭയങ്കരമായിട്ട് ഇങ്ങനെ സൂം ഇൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അതാണ്. ഇത് ഞാൻ എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ 2 പേജ് 3 പേജ് മിനിമം വായിക്കും, ഒരു സമാധാനത്തിന്.